ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ നമ്മുടെ പരീക്ഷകൾ LGS ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 10th പ്രിലിംസ് ഡിസംബർ 28 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിന് തൊട്ടു പിന്നാലെ ദേവസ്വം ബോർഡിൻ്റെ LDC ഉൾപ്പെടെയുള്ള പരീക്ഷകൾ നടക്കാൻ വേണ്ടി പോകുന്നു. പിന്നീട് നമ്മുടെ എല്ലാവരും കാത്തിരിക്കുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഉൾപ്പെടെയുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ ഒരു തുടക്കമാണ്. അതായത് പ്രിലിംസ്, പിന്നീട് അങ്ങോട്ട് മെയിൻസ് എന്നിങ്ങനെ രീതിയിലൊക്കെ വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാത്തിനും ഉപകാരപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട 2 ടോപ്പിക്കുകളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷനിൽ നമ്മൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്ന്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും. പ്രധാനപ്പെട്ട പോയിന്റുകളാണ്, വളരെ എന്ന് പറഞ്ഞാൽ ഡീപ്പായിട്ടല്ല, നമ്മുടെ LGS 10th പ്രിലിംസിനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ്. അതിനുശേഷം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ദേശീയ വിവരാവകാശ കമ്മീഷനും സംസ്ഥാന വിവരാവകാശ കമ്മീഷനും. ഈ വസ്തുതകളാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമം പാസാക്കിയതെന്നാണെന്ന് ചോദിച്ചാൽ 1993 93 സെപ്റ്റംബർ 28. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമം പാസാക്കിയത് 1993 സെപ്റ്റംബർ 28 എന്നാൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12 എപ്പോഴാണ്? ഒക്ടോബർ 12. നിയമം സെപ്റ്റംബർ 28 1993 എന്നാൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് 1993 ഒക്ടോബർ 12. ഇത് ഓർത്ത് വെക്കുക, 1993 ഒക്ടോബർ 12. ഇനി ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്ന്, അത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അറിയപ്പെടുന്നത്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ചോദിച്ചാൽ മാനവ് അധികാർ ഭവൻ എന്നാണ്. എന്താണ് മാനവ് അധികാർ ഭവൻ? മുൻപ് പട്ടേൽ ഭവൻ എന്നുകൂടി അറിയപ്പെട്ടിരുന്നു. മാനവ് അധികാർ ഭവനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം. ഇതെവിടെ സ്ഥിതി ചെയ്യുന്നു? ഇത് ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ഡൽഹിയിലാണ് എന്ന് മനസ്സിലാക്കുക. ഇനി എന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം എന്താണ് എന്ന് ചോദിച്ചാൽ സർവേ ഭവന്തു സുഖിന എന്നാണ്. സർവേ ഭവന്തു സുഖിന, ഓർത്തു വെക്കുക, സർവേ ഭവന്തു സുഖിന ആപ്തവാക്യമാണ്. ഇനി നമുക്കറിയാം 2019 എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു ഭേദഗതി വന്നിട്ടുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഭേദഗതി വരുന്ന വർഷം 2019. ഇത് പ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗസംഖ്യ എത്രയാണ്? 6 പേരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത്. എത്രയാണ്? 6 പേർ. ഈ 6 പേരെന്ന് പറയുമ്പോൾ 5 സ്ഥിര അംഗങ്ങളും ഒരു ചെയർമാനുമാണ്. 5 സ്ഥിര അംഗങ്ങളും ഒരു ചെയർമാനുമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുള്ളത്. അങ്ങനെ 6 പേർ. ഇനി ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിൽ ഒരാൾ എന്താണ്? സുപ്രീം കോടതി ജഡ്ജിയോ റിട്ടയേർഡ് ജഡ്ജിയോ ആയിരിക്കണം. ഒരാൾ സുപ്രീം കോടതി ജഡ്ജിയോ റിട്ടയേർഡ് ജഡ്ജിയോ ആയിരിക്കണം. ഇവിടെ ചെയർമാനെ തിരഞ്ഞെടുക്കുന്ന ആരാണ്? ഒന്നുകിൽ സുപ്രീം കോടതിയുടെ റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് ഇതിന്റെ, അല്ലെങ്കിൽ ഏതാണ്? സുപ്രീം കോടതി ജഡ്ജി. ഇതിൽ ആരെങ്കിലും ഒരാളാവാം. ഇനി ഈ 5 പേരിൽ ഒരാൾ എന്ന് പറയുന്നത് സുപ്രീം കോടതി ജഡ്ജിയോ റിട്ടയേർഡ് ജഡ്ജിയോ ആയിരിക്കണം. മറ്റൊരാൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ റിട്ടയേർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. അതായത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ റിട്ടയേർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ആയിരിക്കണം. രണ്ടാമത്, അടുത്ത 3 പേരിൽ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട ആളുകളായിരിക്കണം. ഇതിൽ ഒരാൾ വനിതയായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് 5 പേര് നമ്മൾ പറഞ്ഞു. 6 പേർക്ക് ഒന്നുകിൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി, അതല്ലെങ്കിൽ ജഡ്ജി ആയിരുന്ന റിട്ടയർഡായ ജഡ്ജി ആയിരുന്ന വ്യക്തി. ഇവരാണ് ചെയർമാൻ ആകുന്നത്. മറ്റ് 5 പേരിൽ ഒരാൾ എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ നിലവിലെ ജഡ്ജിയോ അല്ലെങ്കിൽ റിട്ടയർഡ് ചെയ്ത ജഡ്ജിയോ ആയിരിക്കണം. രണ്ടാമത്തെ വ്യക്തി ഏതെങ്കിലും ഒരു ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം, അല്ലെങ്കിൽ റിട്ടയർഡ് ചെയ്ത ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ബാക്കി 3 പേരിൽ 3 പേരെന്ന് പറയുന്നത് മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട ആളുകളായിരിക്കണം. ഇതിലൊരാൾ നിർബന്ധമായും എന്തായിരിക്കണം? വനിത ആയിരിക്കണം. ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. ഇനി ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഏതാണോ ആദ്യം അതാണ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് ചെയർമാന്റെയും അംഗങ്ങളുടെയും
കാലാവധി എന്ന് പറയുന്നത്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ യോഗ്യത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച വ്യക്തി. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ ജഡ്ജി പദവി വഹിച്ച വ്യക്തി ആയിരിക്കണം എന്ന് പറയുന്നു. ഇനി ഈ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? അത് രംഗനാഥ മിശ്രയായിരുന്നു. ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, വീണ്ടും വീണ്ടും ചോദിക്കും. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ കാലം പദവി വഹിച്ച വ്യക്തി, ഏറ്റവും കൂടുതൽ കാലം ഈ ഒരു പദവി വഹിച്ച വ്യക്തി ആരാണ്? അത് ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. അടുത്തത്, ഈ KG ബാലകൃഷ്ണന്റെ പ്രത്യേകത എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായ മലയാളി, ആദ്യ മലയാളി, പിന്നെ ഒരു മലയാളി വന്നിട്ടില്ല, ചെയർമാനായ ഒരേ ഒരു മലയാളി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അത് ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായ ആദ്യത്തെ മലയാളി ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാലം ഈ ഒരു ചെയർമാനായ വ്യക്തി കൂടിയാണ് KG ബാലകൃഷ്ണൻ. എന്നാൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ മലയാളി വനിത അത് ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ്. ആരാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവി. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെ തെരഞ്ഞെടുക്കുന്നതിനായുള്ള കമ്മിറ്റിയിലെ അംഗങ്ങൾ, ചെയർമാനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള അംഗങ്ങളാണ്: 1 പ്രധാനമന്ത്രി, 2 ആഭ്യന്തരമന്ത്രി, 3 ലോക്സഭാ സ്പീക്കർ, മറ്റൊന്ന് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, കൂടാതെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവും രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാനും. അപ്പൊ ഇത്രയും ആളുകൾ, അതായത് 1, 2, 3, 4, 5, 6 പേരടങ്ങുന്ന ഒരു സെലക്ഷൻ കമ്മിറ്റിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെ തെരഞ്ഞെടുക്കുന്നത്. 6 പേരടങ്ങുന്ന സെലക്ഷൻ കമ്മിറ്റി. ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി. എപ്പോഴും ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. ഇതിന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. കാരണം നമുക്കറിയാം, ഇതിൽ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഇതിന്റെ പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി ചെയർമാൻ, ആഭ്യന്തരമന്ത്രി ഉണ്ട്, ലോക്സഭയുടെ സ്പീക്കർ ഉണ്ട്, ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവുണ്ട്, രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ. എന്തുകൊണ്ടാണ് രാജ്യസഭ ചെയർമാൻ ഇല്ലാത്തത്? രാജ്യസഭ ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ വൈസ് പ്രസിഡന്റ് ആണ്. അതുകൊണ്ടാണ് ഡെപ്യൂട്ടി ചെയർമാനാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഓക്കെ, ഇത്രയും 6 പേരടങ്ങുന്ന സെലക്ഷൻ കമ്മിറ്റിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ തെരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു 2019 മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്ത് ചെയ്തു? ഭേദഗതി ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് അമിത്ഷായാണ്. ആഭ്യന്തരമന്ത്രി കൂടിയായ ഇന്ത്യയുടെ അമിത്ഷായാണ് എന്ത് ചെയ്തത്? ഈ ഒരു ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്. എപ്പോഴാണ്? 2019 ജൂലൈ 8. 2019 ജൂലൈ 8 ഈ ഒരു ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്. 2019 ജൂലൈ 19 എന്ത് ചെയ്തു? ഈ ബില്ല് ലോക്സഭ പാസാക്കി. 2019 ജൂലൈ 19 മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി നിയമ ബില്ല് എന്ത് ചെയ്തു? ലോക്സഭ പാസാക്കി. തുടർന്ന് രാജ്യസഭയിലേക്ക് അയച്ചു. രാജ്യസഭ എന്ത് ചെയ്തു? 2019 ജൂലൈ 22 ഈ ഒരു ബില്ല് പാസാക്കി. 2019 ജൂലൈ 22 രാജ്യസഭയും എന്ത് ചെയ്തു? ഈ ബില്ല് പാസാക്കി. ഈ ബില്ല് പിന്നീട് ആരുടെ അടുത്തേക്ക് പോയി? പിന്നീട് രാഷ്ട്രപതിയുടെ അടുത്തേക്ക് പോയി. രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ജൂലൈ 27 രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ജൂലൈ 27 എന്ന് മനസ്സിലാക്കുക. ആ സമയത്ത് രാംനാഥ് കോവിന്ദാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി. ഇനി ദേശീയ ഭേദഗതി പ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 7. അതായത് ഈ ഒരു ഭേദഗതി പ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ കൂടിയുണ്ട്. ആരൊക്കെയാണ് ഈ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ? അതായത് 6 പേരെ കൂടാതെ, 6 പേരെന്ന് പറയുമ്പോൾ ചെയർമാനും അംഗങ്ങളും ഉൾപ്പെടെ 6 പേർ. ഇവരെ കൂടാതെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന പേരിൽ 7 പേർ കൂടിയുണ്ട്. എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന പേരിൽ 7 പേർ കൂടിയുണ്ട്. അത് ഒന്നാമത്തെയാൾ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ, 2 പട്ടിക വർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, 3 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ, 4 ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ, 5 ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, 6 ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ,
7 ചീഫ് കമ്മീഷണർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്. നിങ്ങൾ നോക്കുക, ഇതിൽ പട്ടികജാതി, പട്ടികവർഗ, ന്യൂനപക്ഷ, പിന്നോക്ക വിഭാഗ, വനിതാ കമ്മീഷൻ, ബാലാവകാശൻ, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, ഇത്രയും വിഭാഗത്തിൽ നിന്നുള്ള ആളുകളുടെ പ്രതിനിധികളുണ്ട്. പട്ടികജാതിയുടെ കമ്മീഷൻ ചെയർമാൻ ഉണ്ട്, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ ഉണ്ട്, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ ഉണ്ട്, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ ഉണ്ട്, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഉണ്ട്, ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ഉണ്ട്, ചീഫ് കമ്മീഷണർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്. ഇങ്ങനെ 7 പേരാണ് ഈ ഒരു എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? വിജയഭാരതി സയാനിയാണ്. വിജയഭാരതി സയാനിയാണ് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ. ഇനി ചെയർമാന്റെ ഒഴിവ് വന്നു കഴിഞ്ഞാൽ ഒരംഗത്തെ ആക്ടിംഗ് ചെയർമാനാക്കാനുള്ള അധികാരമാർക്കാണ്? അത് രാഷ്ട്രപതിക്കാണ്. ചെയർമാന്റെ ഒഴിവ് വന്നു കഴിഞ്ഞാൽ ഈ 5 അംഗങ്ങളിൽ നിന്ന് ഒരംഗത്തെ ആക്ടിംഗ് ചെയർമാനാക്കാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ് എന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർമാൻ ആരാണ്? ശിവരാജ് പാട്ടീലാണ്. ശിവരാജ് പാട്ടീലാണ് എന്ന് മനസ്സിലാക്കുക. മനുഷ്യാവകാശ കമ്മീഷനിലെ ആക്ടിംഗ് ചെയർമാൻമാരുടെ എണ്ണം ചോദിച്ചാൽ 5 പേരാണ് ഇതുവരെ ആക്ടിംഗ് ചെയർമാൻ ആയിരുന്നിട്ടുണ്ട്. ഈ വിജയഭാരതി സയാനിയും ആക്ടിംഗ് ചെയർമാനാണ്. ഓക്കെ, ഇനി ചോദിച്ചാൽ ഉത്തരം നിലവിലെ ചെയർമാൻ ഇപ്പോൾ നിലവിൽ വിജയഭാരതി സയാനിയാണെന്ന് മനസ്സിലാക്കുക. അടുത്തത്, സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആകാതെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായ ആദ്യ വ്യക്തി, അതായത് 2019 ഭേദഗതി വന്നതിന് ശേഷം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകാതെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായ ആദ്യത്തെ വ്യക്തിയാണ് അരുൺ കുമാർ മിശ്ര. അതായത് നമ്മുടെ നിലവിലെ ചെയർമാനായ വിജയഭാരതി സയാനിയുടെ മുൻഗാമിയായിരുന്ന ആൾ, തൊട്ടു മുന്നിലുണ്ടായിരുന്ന ആളാണ് അരുൺ കുമാർ മിശ്ര. അദ്ദേഹമാണ് ഇത്തരത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായ, അതായത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആകാതെ ചെയർമാനായ ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത്. ഇനി ഈ മനുഷ്യാവകാശ കമ്മീഷൻ ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്? റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിനാണ് സമർപ്പിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ്. ഈ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരാണ് പാർലമെന്റിൽ വയ്ക്കുന്നത്. ഈ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ വയ്ക്കും. അതായത് കേന്ദ്ര സർക്കാരിനാണ് മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ഈ സമർപ്പിച്ച റിപ്പോർട്ട് സർക്കാർ എന്ത് ചെയ്യും? പാർലമെന്റിൽ വയ്ക്കും. ഇനി ഈ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾക്ക് പുനർനിയമന സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാണ് അർത്ഥം. ഉണ്ട്, പക്ഷേ 70 വയസ്സിന് മുമ്പായിരിക്കണം. 70 വയസ്സ് കഴിയാൻ പാടില്ല എന്ന് കൃത്യമായി പറയുന്നു. അതുപോലെ എന്നാൽ പ്രധാനപ്പെട്ട ഒന്നുണ്ട്, വിരമിച്ച ശേഷം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിൽ ആദായകരമായ ഒരു പദവിയും വഹിക്കാൻ പാടില്ല. എന്നാൽ വിരമിച്ച ശേഷം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിൽ ആദായകരമായ ഒരു പദവിയും വഹിക്കാൻ പാടില്ല എന്നുകൂടെ വ്യക്തമായി പറയുന്നുണ്ട്. ഇനി ആരാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്? അത് സെക്രട്ടറി ജനറൽ ആണ്. മനുഷ്യാവകാശ കമ്മീഷന്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് സെക്രട്ടറി ജനറൽ ആണ് എന്ന് മനസ്സിലാക്കുക. ഇനി മനുഷ്യാവകാശ കമ്മീഷന്റെ കുറച്ച് അധികാരങ്ങളുടെ കാര്യം പറയാം. ഇന്ത്യയിലെ ഏത് ജയിലുകൾ സന്ദർശിക്കാനും അവിടെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടാനും മനുഷ്യാവകാശ കമ്മീഷൻ അധികാരമുണ്ട്. അതായത് ഇന്ത്യയിലെ ഏത് ജയിലുകൾ വേണമെങ്കിലും സന്ദർശിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട്. ഇങ്ങനെ സന്ദർശിക്കുന്ന വേളയിൽ എന്തെങ്കിലും മനുഷ്യാവകാശ ലംഘനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാട്ടാനും ആർക്ക് അധികാരമുണ്ട്? അത് മനുഷ്യാവകാശ കമ്മീഷൻ അധികാരമുണ്ട് എന്ന് മനസ്സിലാക്കുക. എന്നാൽ അതിനെതിരെ നടപടി എടുക്കാനുള്ള അധികാരമില്ല എന്നുകൂടെ ഇവിടെ നിങ്ങൾ വ്യക്തമായി പഠിച്ചു പോവുക. ഇനി മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകാൻ ഫീസ് നൽകേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ്. മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകാൻ ഒരു തരത്തിലുള്ള ഫീസും നൽകേണ്ടതില്ല. 1 വർഷം മുമ്പ് വരെയുള്ള പരാതികൾ മാത്രമേ മനുഷ്യാവകാശ കമ്മീഷൻ പരിഗണിക്കുകയുള്ളൂ. 1 വർഷം മുമ്പ് വരെ, നിങ്ങൾ എപ്പോഴാണോ പരാതി കൊടുക്കുന്ന അന്ന് മുതൽ 1 വർഷം മുമ്പ് വരെയുള്ള പരാതികൾ മാത്രമേ മനുഷ്യാവകാശ കമ്മീഷൻ പരിഗണിക്കുകയുള്ളൂ. ഇനി 22 ഷെഡ്യൂൾഡ് ഭാഷയിൽ ഏത് ഭാഷയിൽ വേണമെങ്കിലും കമ്മീഷന് പരാതി നൽകാവുന്നതാണ്. 22 ഷെഡ്യൂൾഡ് ഭാഷയിൽ ഏത് ഭാഷയിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം? കമ്മീഷന് പരാതി നൽകാം. ഓക്കെ, ഇനി അടുത്തത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നോക്കാം. എപ്പോഴാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 1998 ഡിസംബർ 11. 1998 ഡിസംബർ 11
1993 ഒക്ടോബർ 12 എന്ത് നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. അത് കഴിഞ്ഞ് 5 വർഷങ്ങൾക്ക് ശേഷം 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഹിന്ദുജൂഡം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ 5 വർഷങ്ങൾക്ക് ശേഷം, അത് 6 എന്നാലും കൂട്ടിയതാണ് കേട്ടോ, 5 വർഷങ്ങൾക്ക് 98 എന്ത് ചെയ്തു, ഡിസംബർ 11, അതായത് ദേശീയ മനുഷ്യാവകാശ ദിനമാണ് എപ്പോഴും ഡിസംബർ 10, അതായത് ദേശീയ ലോക മനുഷ്യാവകാശ ദിനമാണ് ഡിസംബർ 10. ആ ഡിസംബർ 10 കഴിഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസം ഡിസംബർ 11, 5 വർഷങ്ങൾ കഴിഞ്ഞ് മനുഷ്യാവകാശ ദിനം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ഡിസംബർ 11 എന്ത് ചെയ്തു, കേരളത്തിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഇങ്ങനെ ഉദയം ചെയ്തു വന്നു, അല്ലെങ്കിൽ നിലവിൽ വന്നു എന്ന് പറയാം. വെള്ളത്തിൽ നിന്ന് ഹിന്ദുജൂഡം പൊങ്ങി വരുന്നത് പോലെ എന്ത് ചെയ്തു, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും നിലവിൽ വന്നു. ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്താണ് ഇതിന്റെ ആസ്ഥാനം. തിരുവനന്തപുരത്താണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം. PMGയുടെ ആ ഏരിയയിലായിട്ട്, PMGയിൽ നിന്ന് നമ്മൾ ഇവിടെ നമ്മുടെ പട്ടത്തേക്ക് പോകുന്ന ആ ഒരു ഏരിയയിലാണ് ഈ ഒരു ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗസംഖ്യ ചോദിച്ചാൽ 3 പേരാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗസംഖ്യ എന്ന് പറയുന്ന അംഗങ്ങൾ. അടുത്തത്, ആദ്യത്തെ ചെയർമാൻ ആരാണ്? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ചോദിച്ചാൽ ജസ്റ്റിസ് M പരീത് പിള്ള. ജസ്റ്റിസ് M പരീത് പിള്ളയാണ് ആരുടെ ആദ്യത്തെ ചെയർമാൻ. നിലവിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ചോദിച്ചാൽ അത് നിലവിലെ അല്ല, അത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അത് കെ ബൈജുനാഥ് ആയിരുന്നു ആക്ടിംഗ് ചെയർമാനായിരുന്നത് കെ ബൈജുനാഥാണ്. നിലവിൽ അവിടെ പുതിയ ആള് സ്ഥാനം പിടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അലക്സാണ്ടർ തോമസ് ആണ് പറയുന്നുണ്ട്. അത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നവരാണ് ഗവർണറാണ്. സംസ്ഥാനത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും മറ്റ് 2 അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ് എന്ന് മനസ്സിലാക്കുക. ഗവർണർക്കാണ് നിയമന അധികാരം എന്ന്. എന്നാൽ നീക്കം ചെയ്യുന്നത് ആരാണ്? അത് രാഷ്ട്രപതിയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റാണ്, ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിതനായതാരാണ്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അത്രയുമാണ് നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട്. അടുത്തത്, ഇന്ത്യയുടെ സൂര്യ തേജസ്സായ, ഇന്ത്യയുടെ എല്ലാമായ വിവരാവകാശ നിയമത്തെക്കുറിച്ചാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിവരാവകാശ നിയമം, പഠിച്ചു വെക്കാം. എപ്പോഴാണ് വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത്? 2005 ജൂൺ 15. 2005 ജൂൺ 15 ഇന്ത്യയുടെ പാർലമെന്റ് എന്ത് ചെയ്തു? വിവരാവകാശ നിയമത്തെ പാസാക്കി. എന്നാൽ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. 2005 ഒക്ടോബർ 12. 1993 ഒക്ടോബർ 12. 1998 ഡിസംബർ 11. ഇത് രണ്ടും മനുഷ്യാവകാശ കമ്മീഷൻ. 1993 അതും ഒക്ടോബർ 12. ഇവിടെ 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005. ഒരുപാട് തവണ ഈ വർഷം മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒക്ടോബർ 12 എന്നുള്ളത് ചോദിച്ചിട്ടില്ല പല പരീക്ഷകൾ, പക്ഷേ ചോദിച്ച പരീക്ഷകളും ഉണ്ട്. അതുകൊണ്ട് 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം നിലവിൽ വന്നതെന്ന് മനസ്സിലാക്കുക. എന്നാൽ പാർലമെന്റ് പാസ്സാക്കുന്നത് ജൂൺ 15. ജൂൺ 15 പാസ്സാക്കിയ ശേഷം ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 3 മാസങ്ങൾക്ക് ശേഷം എന്ത് ചെയ്തു? ഈ ഒരു വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നു, അല്ലെങ്കിൽ നിലവിൽ വന്നു എന്ന് മനസ്സിലാക്കുക. ഇനി ആരാണ് 2005 നിലവിൽ വന്ന ഈ വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ് എന്ന് ചോദിച്ചാൽ അത് APJ അബ്ദുൽ കലാം ആണ്. ആരാണ്? APJ അബ്ദുൽ കലാം ആണ് എന്ന് മനസ്സിലാക്കുക. APJ അബ്ദുൽ കലാം. അടുത്തത്, അപ്പോൾ ആരാണ് ഒപ്പുവെച്ചത്? APJ അബ്ദുൽ കലാമാണ് ഈ നിയമത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. എന്നാൽ വിവരാവകാശ നിയമം പാസ്സാക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഈ പ്രധാനമന്ത്രി AB വാജ്പേയി ആണ്. വിവരാവകാശ നിയമം പാസ്സാക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി AV വാജ്പേയി. ഒപ്പുവെച്ചത് APJ അബ്ദുൽ കലാമാണ് രാഷ്ട്രപതി. എന്നാൽ പാസ്സാക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി AV വാജ്പേയി ആണ്. ഇനി വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വരാൻ കാരണമായ സംഘടന ഏതാണ്? വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വരാൻ കാരണമായ സംഘടന മസ്തൂർ കിസാൻ ശക്തി സംഘടനയാണ്. മസ്തൂർ കിസാൻ
ശക്തി സംഗതൻ, MKSS എന്നും ഇപ്പോൾ ചോദിച്ച് കാണുന്നുണ്ട്. MKSS എന്ന ഷോർട്ട് ഫോമിലും ഇപ്പോൾ ചോദ്യങ്ങളിൽ ഈ ഒരു ഭാഗം ഇടം പിടിക്കുന്നുണ്ട്. മസ്തൂർ കിസാൻ ശക്തി സംഗതൻ, ഇതാണ് വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വരാൻ കാരണമായ സംഘടന എന്ന് പറയുന്നത്. അതിന്റെ ഒരു സ്ഥാപകൻ എന്ന് പറയുന്നത് അരുണ റോയിയാണ് മസ്തൂർ കിസാൻ ശക്തി സംഘടനന്റെ നേതാവ് എന്ന് പറയുന്നത്. അവർ മനസ്സിലാക്കി വെക്കുക. ഇനി വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് ആർക്കാണ് അപേക്ഷ നൽകേണ്ടത്? വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കാൻ ആർക്ക് അപേക്ഷ നൽകണം? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് എന്ത് ചെയ്യണം? അപേക്ഷ കൊടുക്കണം. അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് പരാതി കൊടുക്കണം. ഓക്കെ. ഇനി നിശ്ചിത സമയത്തിനുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിന് വീഴ്ച വരുത്തിയാൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടക്കേണ്ട പിഴ എന്ന് പറയുന്നത് ദിവസം 250 രൂപ വെച്ചിട്ട് പരമാവധി 25,000 രൂപ. ദിവസം 250 രൂപ വെച്ച് പരമാവധി 25,000 രൂപയാണ്. ഇനി വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് നൽകേണ്ട അപേക്ഷാ ഫീസ് എത്രയാണ്? 10 രൂപയാണ്. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് നൽകേണ്ട അപേക്ഷാ ഫീസ് 10 രൂപ. അപേക്ഷാ ഫീസ് നിങ്ങൾ കോർട്ട് ഫീസ് സ്റ്റാമ്പായി ഒട്ടിച്ചാലും മതി. ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർക്ക് ഇത് ബാധകമല്ല എന്ന് മനസ്സിലാക്കുക. ഇനി വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചാൽ എത്ര ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം? അത് 30 ദിവസത്തിനുള്ളിലാണ്. വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ ലഭിച്ചാൽ ആ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ആർക്കാണോ ലഭിക്കുന്നത് അവരെന്ത് ചെയ്യണം? 30 ദിവസത്തിനുള്ളിൽ എന്താണോ മറുപടി അത് കൊടുത്തിരിക്കണം. എന്നാൽ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം എന്ന് പറയുന്നത് വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചതാണെങ്കിൽ, അതായത് ഇങ്ങനെ നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചതാണെങ്കിൽ സമയപരിധി എന്ന് പറയുന്നത് 48 മണിക്കൂറാണ്. അതായത് 2 ദിവസം, 48 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യണം? വിവരം ലഭിച്ചിരിക്കണം. ഓക്കെ. ഇനി അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അപേക്ഷ നൽകുന്നതെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം? 35 ദിവസം. അതായത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ 30 ദിവസം, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ 35 ദിവസത്തിനുള്ളിൽ മറുപടി നൽകിയാൽ മതി എന്ന് മനസ്സിലാക്കുക. ഇനി വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള ഏജൻസികളാണ് കേന്ദ്ര ഇന്റലിജൻസും സെക്യൂരിറ്റി ഏജൻസികൾ തുടങ്ങിയവ. അടുത്തത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തീരുമാനത്തിനെതിരെ ആർക്കാണ് അപ്പീൽ നൽകേണ്ടത്? ആരാണോ തൊട്ടു മുകളിലുള്ള ഓഫീസർ അവർക്ക് 30 ദിവസത്തിനുള്ളിൽ അപ്പീൽ കൊടുക്കണം. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തീരുമാനത്തിനെതിരെ തൊട്ടു മുകളിലുള്ള ഓഫീസർക്ക് നമുക്ക് വിവരാവകാശ പ്രകാരം വിവരം കിട്ടി 30 ദിവസത്തിനകം എന്ത് ചെയ്യണം? അപ്പീൽ കൊടുക്കണം. ഇനി രണ്ടാം അപ്പീൽ നൽകേണ്ടത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ രണ്ടാം അപ്പീലാണ് ഒന്നുകിൽ സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്. അത് 90 ദിവസത്തിനുള്ളിൽ നൽകണം. അതായത് രണ്ടാമത്തെ നമ്മൾ അപ്പീൽ പോയ ശേഷം ആ അപ്പീലിന്റെ ഒരു മറുപടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? അതിന് നമുക്ക് വീണ്ടും രണ്ടാം അപ്പീൽ കൊടുക്കണമെങ്കിൽ ഒന്നുകിൽ സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷന് കൊടുക്കാം, അല്ലെങ്കിൽ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന് കൊടുക്കാം. ഇത് 90 ദിവസത്തിനുള്ളിൽ കൊടുക്കണം. ഇനി വിവരാവകാശവുമായി ബന്ധപ്പെട്ട കേസുകളിൽ അധികാരമുള്ള കോടതികൾ ചോദിച്ചാൽ സുപ്രീം കോടതിയും ഹൈക്കോടതി, നേരിട്ട് നമുക്ക് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോവാം. വിവരാവകാശവുമായി ബന്ധപ്പെട്ട കേസുകളിൽ അധികാരമുള്ള കോടതികളാണ് സുപ്രീം കോടതിയും ഹൈക്കോടതിയും. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഇതിനുള്ള അധികാരമുണ്ട്. ഇനി വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളുടെ കാലപരിധി ചോദിച്ചാൽ, അതായത് 1947ലെയും 1920ലെയും കാര്യങ്ങളൊക്കെ പോയി ചോദിച്ചാൽ നമുക്ക് കിട്ടുമോ? ഇല്ല. കാരണം വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളുടെ കാലപരിധി എന്ന് പറയുന്നത് എപ്പോഴാണോ അപേക്ഷിക്കുന്നത് ആ തീയതി മുതൽ 20 വർഷം മുൻപ് വരെയുള്ള കാര്യങ്ങളാണ്. അതായത് എപ്പോഴാണോ അപേക്ഷിക്കുന്നത് ആ തീയതി മുതൽ 20 വർഷം, ഇതിപ്പോ 2024 2020 വരെയുള്ള കാര്യം, 20 വരെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് അപേക്ഷ കൊടുക്കാൻ വേണ്ടി സാധിക്കൂ എന്ന് മനസ്സിലാക്കുക. ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനമാണ് CIC ഭവൻ. എവിടെയാണ്? ന്യൂഡൽഹിയിൽ. മുൻപ് എന്താണ്? ആഗസ്റ്റ് ക്രാന്തി ഭവൻ ആയിരുന്നു മുൻപ്. ഇപ്പോൾ എന്താണ്? CIC ഭവനാണ്. CIC ഭവൻ. ഓക്കെ. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം. ഇതൊക്കെ ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പോലെയെങ്കിലും തരാം. ഇനി നമ്മൾ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനെയും തെരഞ്ഞെടുക്കുന്ന രീതി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനെയും തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? അതും ഒരു സെലക്ഷൻ കമ്മിറ്റിയാണ്. പ്രധാനമന്ത്രി, ലോക്സഭ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങുന്ന 3 പേരടങ്ങുന്ന ഒരു സമിതി എന്നിങ്ങനെ 3 പേരടങ്ങുന്ന ഒരു സമിതി. പ്രധാനമന്ത്രി, അതായത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ, ലോക്സഭ ഒപ്പോസിഷൻ ലീഡർ, അതുപോലെ തന്നെ ഒരു
ക്യാബിനറ്റ് മിനിസ്റ്റർ ആര് PM നോമിനേറ്റ് ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ എന്നിവരടങ്ങുന്ന ഒരു 3 അംഗ സമിതിയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. ഓർക്കുക, പ്രൈം മിനിസ്റ്റർ, അതുപോലെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, പിന്നെ ഒരു ക്യാബിനറ്റ് മന്ത്രി. ഇത് നമ്മുടെ നരേന്ദ്രമോദി, രാഹുൽ ഗാന്ധി, അതുപോലെ അടുത്തത് ഏതാണോ മിക്കവാറും അമിത്ഷായോ രാജ്നാഥ് സിംഗോ നിർമ്മല സീതാരാമനോ ആരാണോ ആ ജയശങ്കറോ ഒക്കെ അടങ്ങുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ആരാണോ അവരടങ്ങുന്ന 3 പേരടങ്ങുന്ന ഒരു സമിതിയാണ് വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനെയും തെരഞ്ഞെടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി ഈ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കുന്നത് ആരാണ്? ഈ ഒരു 3 അംഗ സെലക്ഷൻ കമ്മിറ്റി ഇത്തരത്തിൽ ആളുകളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതാർക്കയക്കും? രാഷ്ട്രപതിക്കയക്കും. ഇവരെ നിയമിക്കുന്ന ആരാണ്? രാഷ്ട്രപതി. ഈ ഒരു ശുപാർശ പ്രകാരം ഈ അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ആരാണ്? രാഷ്ട്രപതി. എന്നാൽ ഈ വിവരാവകാശ കമ്മീഷണറും അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അവർ രാഷ്ട്രപതിയുടെ മുന്നിലാണ്. രാഷ്ട്രപതിയാണ് ഇവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറും അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിയുടെ മുന്നിലാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഇവിടെയും എന്താണ്? 2019 ഭേദഗതി വന്നിട്ടുണ്ട്. ഇവിടെയും 2019 ഭേദഗതി വന്നിട്ടുണ്ട് എന്ന് ഓർക്കുക. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെയും ചെയർമാന്റെയും കാലാവധി എത്രയാണ്? വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെയും ചെയർമാന്റെയും കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് എന്നതായിരുന്നു. എപ്പോ? മുൻപ്. അതായത് 2019 മുമ്പ് എന്തായിരുന്നു? 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് എന്നതായിരുന്നു. എന്നാൽ 2019 ഭേദഗതി പ്രകാരം അത് 3 വർഷം എന്നാക്കി ചുരുക്കി. പക്ഷെ കേന്ദ്ര സർക്കാരിന്റെ ഇഷ്ടകാലം വരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കുറഞ്ഞത് 3 വർഷം എന്നുള്ളത് പിന്നീട് അതിൽ മാറ്റം വരുത്തി 3 വർഷം എന്നാക്കിയിട്ട് ചുരുക്കിയിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് 3 വർഷം എന്നുള്ളത് ചുരുക്കിയിട്ടുണ്ട് 2019 പ്രകാരം എന്നുള്ളത്. ഓക്കെ, അതങ്ങ് ഓർത്ത് വെക്കണം. 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് എന്നുള്ളത് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയി തരും. അതെന്താണ്? തെറ്റാണ്. ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ വേതനം എന്ന് പറയുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ വേതനത്തിന് തുല്യമായിരിക്കും. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ വേതനം, അതായത് ശമ്പളം എന്ന് പറയുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് എത്രയാണോ അതിന് തുല്യമായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇനി ഏറ്റവും ആദ്യത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരായിരുന്നു? കേന്ദ്രത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ അത് വജാഹത്ത് ഹബീബുള്ളയാണ്. ആരാണ്? വജാഹത്ത് ഹബീബുള്ള. എന്നാൽ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യത്തെ വനിത ആരാണ്? അത് ദീപക് സന്ധു. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ദീപക് സന്ധു. ആരാണ്? ദീപക് സന്ധു. ഇനി നിലവിലെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സാമരിയ. നിലവിലെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണറാണ് ഹീരാലാൽ സാമരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷനും അംഗങ്ങളും രാജി സമർപ്പിക്കുന്നത് അത് പ്രസിഡന്റിനാണ്. ആരാണോ നിയമിക്കുന്നത് അവർക്കാണ് രാജി സമർപ്പിക്കേണ്ടത്. എന്നാൽ വിവരാവകാശ കമ്മീഷണറെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റാണ്. എങ്ങനെ? സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കണം. അതായത് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രസിഡന്റാണ്. അല്ലെങ്കിൽ ഇങ്ങനൊരു ഇത് വന്നു കഴിഞ്ഞാൽ സുപ്രീം കോടതിയോട് എന്ത് ചെയ്തു? അഡ്വൈസ് ചോദിക്കും. ആ ഒരു നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് എന്ത് ചെയ്യും? വിവരാവകാശ കമ്മീഷണറെയും അംഗങ്ങളെയും എന്ത് ചെയ്യും? നമ്മുടെ പ്രസിഡന്റ് എന്ത് ചെയ്യും? നീക്കം ചെയ്യും. അങ്ങനെയാണ് വരുന്നത്. ഇനി ഇവരെ നീക്കം ചെയ്യാനുള്ള കാരണം ചോദിച്ചാൽ അപ്രാപ്തിയും തെളിയിക്കപ്പെട്ട ദുർവൃത്തിയുമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 6 അധ്യായങ്ങളാണ് വിവരാവകാശ നിയമത്തിലുള്ളത്. 6 അധ്യായങ്ങൾ വിവരാവകാശ നിയമത്തിലുണ്ട്. വകുപ്പുകൾ ചോദിച്ചാൽ 31 വകുപ്പുകളും, അതായത് 6 അധ്യായങ്ങളും 31 വകുപ്പുകളും 2 ഷെഡ്യൂളുകളുമാണ് വിവരാവകാശ നിയമത്തിലുള്ളത്. 6 അധ്യായങ്ങൾ 31 വകുപ്പുകൾ 2 ഷെഡ്യൂളുകൾ എന്നിങ്ങനെയുണ്ട്. ഇനി 2019 വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് വന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഭേദഗതി ബില്ല് 2019 വന്നു. ഇത് ലോക്സഭയിൽ അവതരിപ്പിച്ചത് 2019 ജൂലൈ 19-നാണ്. 2019 ജൂലൈ 19, അതായത് 2019 ജൂലൈ 19 എന്ത് ചെയ്തു? ലോക്സഭയിൽ അവതരിപ്പിച്ചു. ആരാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്? ജിതേന്ദ്ര സിംഗ് ആണ് ഈ ഒരു വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്.
2019 ജൂലൈ 22 വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് എന്ത് ചെയ്തു? ലോക്സഭ പാസാക്കി. 2019 ജൂലൈ 22 ലോക്സഭ എന്ത് ചെയ്തു? ഈ ഒരു ബില്ല് പാസാക്കി. തുടർന്ന് രാജ്യസഭ 2019 ജൂലൈ 25 പാസാക്കി. 2019 ജൂലൈ 25 രാജ്യസഭയും എന്ത് ചെയ്തു? പിന്നെ വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് പാസാക്കി. തുടർന്ന് രാഷ്ട്രപതിക്ക് അയച്ചു. രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദ് എന്ത് ചെയ്തു? 2019 ഓഗസ്റ്റ് 1 2019 ഓഗസ്റ്റ് 1 എന്ത് ചെയ്തു? ഈ ഒരു ബില്ലിൽ ഒപ്പുവെച്ചു. ഈ ഒരു ഭേദഗതി ബില്ലിൽ ഒപ്പുവെച്ചു എന്നുകൂടി മനസ്സിലാക്കുക. ഇതാണ് കേന്ദ്ര വിവരാവകാശവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുതകൾ. അടുത്തത് കേരളത്തിലെ കേരള വിവരാവകാശ കമ്മീഷനാണ്. രൂപീകൃതമായത് 2005 ഡിസംബർ 19 2005 നമ്മുടെ ഒക്ടോബർ 12 ദേശീയ വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമാകുന്നത്. ഇത് 2005 ഡിസംബർ 19 നിങ്ങൾ നോക്കുക. 1993 ഒക്ടോബർ 12, 1998 ഡിസംബർ 11. ഇതാണ് 5 വർഷത്തെ ഒരു ഗ്യാപ്പാണ് ഇവിടെ വരുന്നത്. അത് ഡിസംബർ 12 ഒക്ടോബർ 11 ഡിസംബർ 11. ഇവിടെ നോക്കുക, 2005 ഒക്ടോബർ 12 എന്നാൽ അത് കഴിഞ്ഞ് എത്രയാണ്? 2005 തന്നെ ഡിസംബർ 19 കേരള വിവരാവകാശ കമ്മീഷൻ. ഇതങ്ങ് പഠിച്ചു നോക്കണം, മാറിപ്പോകാതെ. അതായത് മനുഷ്യാവകാശ കമ്മീഷൻ 5 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. 93 ഒക്ടോബർ 12, 98 ഡിസംബർ 11. സംസ്ഥാന വിവരാവകാശ കമ്മീഷനും ദേശീയ വിവരാവകാശ കമ്മീഷനും. ദേശീയ വിവരാവകാശ കമ്മീഷൻ 2005 ഒക്ടോബർ 12, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ 2005 ഡിസംബർ 19. അതവിടെ പഠിച്ചു വെക്കുക. ഇനി നമ്മുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണറെ നിയമിച്ചതുപോലെ തന്നെ സംസ്ഥാന വിവരാവകാശ കമ്മീഷണറെയും തെരഞ്ഞെടുക്കുന്നത് എന്താണ്? ഒരു സമിതിയാണ്. 3 പേരടങ്ങുന്ന ഒരു സമിതി തന്നെയാണ് ഇവിടെയും. ഇവിടെ ആരാണ്? അവിടെ നമ്മൾ പ്രധാനമന്ത്രി പറഞ്ഞെങ്കിൽ ഇവിടെ ആരാണ്? ചീഫ് മിനിസ്റ്റർ, CM ആണ്. ഇവിടെ CM, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ്, ഒപ്പോസിഷൻ ലീഡർ. ആരാണ് ഒപ്പോസിഷൻ ലീഡർ? അവര്. പിന്നെ എന്ത് ചെയ്തു? ഒരു ക്യാബിനറ്റ് മന്ത്രി, ക്യാബിനറ്റ് മിനിസ്റ്റർ. ഓക്കെ, ക്യാബിനറ്റ് മിനിസ്റ്റർ എന്നിവരുടെ 3 പേരടങ്ങുന്ന സമിതി തന്നെയാണ് ഇവിടെയും എന്ത് ചെയ്യുന്നത്? അംഗങ്ങളെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും തെരഞ്ഞെടുക്കുന്നത്. ഈ തെരഞ്ഞെടുത്ത അംഗങ്ങളെയും സംസ്ഥാന വിവരാവകാശ കമ്മീഷണറെയും നിയമിക്കുന്നത് ആരാണ്? അത് ഗവർണറാണ്. ആരാണോ തെരഞ്ഞെടുക്കുന്നത് നിയമിക്കുന്നത് ഗവർണറാണ് എന്ന് മനസ്സിലാക്കുക. കറണ്ട് കട്ടായിട്ടുണ്ട്, അപ്പോൾ ലൈറ്റ് ഒന്ന് ചെറിയ പ്രശ്നം ഉണ്ടാവും, ക്ഷമിക്കുക. ഇനി സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെയും അംഗങ്ങളുടെയും കാലാവധി എത്രയാണ്? കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഏതാണോ ആദ്യം? സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷം അഥവാ 65 വയസ്സാണ്. ഇനി ഇവരുടെ വേതനം എന്ന് പറയുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ വേതനത്തിന് തുല്യമായിരിക്കും. ഇനി സംസ്ഥാന വിവരാവകാശ കമ്മീഷണറും അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണറുടെ മുന്നിലാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷണറും അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണറുടെ മുന്നിലാണ്. എന്നാൽ രാജി സമർപ്പിക്കുന്ന ആർക്കാണ്? രാജി സമർപ്പിക്കുന്നതും ഗവർണർക്കാണ് എന്ന് മനസ്സിലാക്കുക. ഇനി സംസ്ഥാന വിവരാവകാശ കമ്മീഷണറെയും അംഗങ്ങളെയും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് അതും ഗവർണർക്കാണ്, സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം. അതും ഗവർണർക്കാണ് എന്ന് മനസ്സിലാക്കുക. ഇനി കേരളത്തിലെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരായിരുന്നു? പാലാട്ട് മോഹൻദാസ് ആണ്. അടുത്തത് നിലവിലെ കേരളത്തിലെ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായരാണ്. കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത്. ആരാണ്? മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായരാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ആദ്യം തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, പിന്നീട് ദേശീയ വിവരാവകാശ കമ്മീഷൻ, തുടർന്ന് കേരള സ്റ്റേറ്റ് വിവരാവകാശ കമ്മീഷൻ എന്നിങ്ങനെ നമ്മൾ പഠിച്ചു. കൃത്യമായി പഠിക്കുക, ചോദ്യം ഉറപ്പായിട്ടും വരുന്ന ഒരു ഏരിയ ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഈ ഒരു ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് കൂടെ കൂടുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ രേഖപ്പെടുത്താം. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇത്തരത്തിലുള്ള പരീക്ഷകൾ എഴുതുന്നവരാണെങ്കിൽ വീഡിയോസ് അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്